ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഓഫ് റോഡ് വാഹനങ്ങളുടെ നിരയിലേക്ക് പുതിയ പതിപ്പുമായി ടാറ്റ പഞ്ച്. ഓഫ് റോഡ് ലുക്കിലുള്ള HBX മോഡലിൻ്റെ പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ലോഞ്ചിനായുള്ള കാത്തിരിപ്പിലാണ് വാഹനപ്രേമികൾ. ഇന്ത്യൻ വാഹന വിപണിയിൽ വീണ്ടും ചർച്ചയായി ടാറ്റ മോട്ടോഴ്സിന്റെ പഞ്ച് HBX. ഈ വർഷം ആദ്യം പ്രദർശിപ്പിച്ച മോഡലിന്റെ പുതിയ ചിത്രങ്ങൾ കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വീണ്ടും പങ്കുവച്ചതോടെയാണ് വാഹനപ്രേമികൾക്കിടയിൽ വീണ്ടും ആവേശമുയർന്നത്. എന്നാൽ ലോഞ്ച് തീയതിയോ ബുക്കിംഗ് വിവരങ്ങളോ ടാറ്റ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണ പഞ്ച് മോഡലിന്റെ കൂടുതൽ അഡ്വഞ്ചർ പതിപ്പായാണ് HBX ഒരുക്കിയിരിക്കുന്നത്. മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ഡിസൈനിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഓൾ ടെറൈൻ ടയറുകൾ, ബ്ലാക്ക് അലോയ് വീലുകൾ, കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ്, ഓക്സിലറി ലാമ്പുകൾ, റൂഫ് കാരിയർ, ബോണറ്റ് ഗ്രാഫിക്സ് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഓഫ് റോഡ് ശൈലി ഇഷ്ടപ്പെടുന്ന യുവാക്കളെയാണ് ഈ പതിപ്പിലൂടെ ടാറ്റ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇന്റീരിയറിൽ മാറ്റങ്ങളില്ല. നിലവിലെ പഞ്ചിലെ അതേ ക്യാബിൻ, ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ തന്നെ HBX പതിപ്പിലും ലഭിക്കും. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ഓപ്ഷനുകളും തുടരുമെന്നാണ് സൂചന. ഇത് പ്രത്യേക ലിമിറ്റഡ് എഡിഷൻ ആകുമോ അല്ലെങ്കിൽ ആക്സസറി പാക്കേജ് ആയിരിക്കുമോ എന്ന കാര്യത്തിൽ കമ്പനി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗാലക്സി A സീരീസിൽ പുതിയ ഫോൺ അവതരിപ്പിച്ച സാംസങ്. നിരവധി AI ഫീച്ചറുകളുമായാണ് സാംസങ് ഗാലക്സി A27 എത്തിയിരിക്കുന്നത്. പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി A27 5G ഇന്ത്യയിലും ആഗോള വിപണിയിലും അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ ഗാലക്സി A26 5Gയുടെ പിൻഗാമിയായി എത്തുന്ന ഈ ഫോണിന് 125 Hz റീഫ്രഷ് റേറ്റുള്ള 6.7 ഇഞ്ച് അമോൾഡഡ് ഡിസ്പ്ലേയാണ് പ്രധാന ആകർഷണം. സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസസറിനൊപ്പം 8GB വരെ റാമും 5000 mAh ബാറ്ററിയും 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും ഫോണിലുണ്ട്. ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള One UI 8.5-ലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. കൂടാതെ 6 വർഷത്തെ ആൻഡ്രോയിഡ് OS അപ്ഡേറ്റുകളും സുരക്ഷാ അപ്ഡേറ്റുകളും സാംസങ് വാഗ്ദാനം ചെയ്യുന്നു. ഫോട്ടോഗ്രാഫിക്കായി OIS പിന്തുണയുള്ള 15 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 5 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാപിക്സൽ മാക്രോ ലെൻസ് എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. സെൽഫിക്കായി 12 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. AI ഫീച്ചറുകളും ഫോണിന്റെ പ്രധാന പ്രത്യേകതയാണ്. സർക്കിൾ ടു സെർച്ച്, ഒബ്ജക്റ്റ് ഇറേസർ, വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ എന്നിവയ്ക്കൊപ്പം ഗൂഗിൾ ജെമിനി, പെർപ്ലക്സിറ്റി, ബിക്സ്ബൈ തുടങ്ങിയ AI അസിസ്റ്റന്റുകൾക്കും പിന്തുണ ലഭിക്കും. ജൂലൈ 3 മുതൽ ബ്ലാക്ക്, ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് പിങ്ക് എന്നീ 4 നിറങ്ങളിൽ ഫോൺ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തും. ഇന്ത്യയിൽ ഇതിന്റെ പ്രാരംഭ വില ഏകദേശം 30,000 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ OpenAI ഇന്ത്യയിലെ ആദ്യ മാനേജിംഗ് ഡയറക്ടറായി പ്രബീത് സിംഗിനെ കമ്പനി നിയമിച്ചു. ഇന്ത്യൻ വിപണിയിൽ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കവുമായി നിർമ്മിത ബുദ്ധി കമ്പനിയായ OpenAI ഊബർ ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെയും മുൻ പ്രസിഡന്റായ പ്രബ്ജീത് സിംഗിനെ ഇന്ത്യയിലെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറായി കമ്പനി നിയമിച്ചു. സെപ്റ്റംബറിൽ അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കും. അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും വലിയ വിപണികളിലൊന്നായാണ് ഇന്ത്യയെ OpenAI കാണുന്നത്. രാജ്യത്ത് ChatGPTയുടെ അതിവേഗ വളർച്ചയും വർദ്ധിച്ച ഉപയോക്തൃ സ്വീകാര്യതയുമാണ് കമ്പനിയെ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപത്തിനും വ്യാപനത്തിനും പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏഷ്യ പസഫിക് റീജിയനിലെ മാനേജിംഗ് ഡയറക്ടർ കിരൺ മാനിക്കിന് കീഴിലായിരിക്കും പ്രബ്ജീത് സിംഗിന്റെ പ്രവർത്തനം. ഇന്ത്യയിലെ ഉപഭോക്തൃ വളർച്ച, പങ്കാളിത്തങ്ങൾ, ബിസിനസ് വികസനം, വിപണി വ്യാപനം എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകും. കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ ആദ്യ ഓഫീസ് ആരംഭിച്ച OpenAI മുംബൈയിലും ബംഗളൂരുവിലും പുതിയ ഓഫീസുകൾ തുറക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഡെവലപ്പർ എഞ്ചിനീയർമാർ, പാർട്ട്ണർ ഡയറക്ടർമാർ, സൊല്യൂഷൻസ് എഞ്ചിനീയർമാർ തുടങ്ങി വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളും കമ്പനി വ്യാപകമായി നടത്തുകയാണ്. ഇന്ത്യയിലെ AI വിപണിയിൽ മത്സരം ശക്തമാക്കുന്നതിനിടെയാണ് OpenAIയുടെ ഈ നീക്കം. ആന്ത്രോപിക് ഉൾപ്പെടെയുള്ള എതിരാളികളും ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ AI മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.